ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിപ്പോൾ ടീ ഫാക്ടറിയുടെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കൊറോണ പ്രമാണിച്ച് ആരെ അകത്ത് കയറ്റി വിടുന്നില്ലെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു നോക്കാം, വേറെ എവിടെയെങ്കിലുമൊക്കെ ടീ ഫാക്ടറി ഉണ്ടോ, കാണാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമുണ്ടോ ചോദിച്ചു നോക്കാം. നമുക്ക് അവിടുത്തെ ടീ ഫാക്ടറിയിൽ പോവാം. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഡാമാണ് ഇറങ്ങിയിട്ട് ഡാം അപ്പുറത്ത് പോയി അവിടെ ബോട്ടിംഗ് ഉണ്ട്. കണ്ടിട്ട് പാളത്തിന്റെ അപ്പുറത്തൊന്നുണ്ട്, പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ടീ ഫാക്ടറി ഒന്നും അലോ അല്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. നമുക്കൊരു ടീ മ്യൂസിയത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങളിവിടെ മാട്ടുപ്പെട്ടി ഡാമിൽ വന്നിരിക്കുവാണ്. അപ്പം നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ജെറ്റ് സ്കീ, അതുപോലെ തന്നെ നല്ല കച്ചവടക്കാരും ഇവിടെ ഒരുപാട് കച്ചവടമൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് കയറാനോ വേണ്ടോ എന്ന് ആലോചിച്ച് ബോട്ടിങ് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുവാണ്. ഇവ നല്ല തിരക്കുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോഴേ കയറത്തുള്ളൂ. നമുക്ക് എന്തായാലും അവിടെ ആ തേയിലത്തോടൻ്റെ അവിടെ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഞങ്ങൾ തേയിലത്തോട്ടത്തിന്റെ നടുക്കാണ്. ഞങ്ങളിങ്ങനെ പാലത്തിന്റെ മേലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം കാറ് പാലത്തിന്റെ അപ്പുറത്തായിട്ടിരിക്കുന്ന പറഞ്ഞ് ഷട്ടർ പൊക്കുമ്പോൾ അതിലേക്കൂടി ഞാൻ തോന്നുന്നു വെള്ളം പോണത്. നമ്മുടെ വെള്ളപ്പൊക്കത്തെ സമയത്ത് ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടതാണല്ലോ. ഇതിലേക്കൂടി നടക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വണ്ടികൾ വരുന്നുണ്ടോയെന്ന്. ചെറിയൊരു പാലം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടി പോകുന്നുണ്ട്. നോക്കാതെ നടന്നില്ലെങ്കിൽ പണി കിട്ടും. അടിപൊളി, രണ്ടു പേരും പൊട്ടിയതാ. പൊട്ടിയില്ല. അതും പൊട്ടിയില്ല. രണ്ട് ബലൂൺ പൊട്ടിച്ചു. അത് എത്ര? 5 ബലൂണിന് 5 വട്ടം ഇത് ഷൂട്ട് ചെയ്യുന്നതിന് 20 രൂപയാണ് കേട്ടോ. 2 ബലൂൺ നമ്മൾ പൊട്ടിച്ചു. അവർ സഹായിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ? ആ, ആനകൾ ക്രോസ് ചെയ്യാറുണ്ട് ഇവിടെ. ചേട്ടൻ ഇട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എപ്പ എന്ത് ചെയ്യും? അവര് പൊക്കോളൂ അല്ലേ? നമ്മള് വണ്ടി ഒതുക്കി കൊടുത്താ മതി. നൈറ്റ് അപ്പൊ ഇവിടെ താമസം വീടൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ല? ഉണ്ടല്ലേ? അവര് മാക്സിമം ഒരു 7 മണി 8 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തും.
അടുത്തത് നമ്മൾ എക്കോ പോയിന്റിലാണ് അടുത്ത പോയിന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. എക്കോ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഉണ്ടോ, കുറേ കടകളുണ്ട്. ഉണ്ട് പുറയിൽ കണ്ടോ, കുറേ ഉണ്ട്. മുമ്പോട്ട് ഒരുപാട് കടകളുണ്ട് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ. വിലയൊന്നും എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കടകളുണ്ട്. ദേ ഗൈസ്, കൊട്ടവഞ്ചി ഉണ്ട് ഇവിടെ. കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് റേറ്റ് കണ്ട. ഇതോ കൊട്ടവഞ്ചി കണ്ടോ. നല്ല കൂൾ പ്ലേസ് ആണ് ഗൈസ്. നല്ല കാമായിട്ട്, ആള് തിരക്ക് കുറവായതുകൊണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാനല്ലേ. തിരക്ക് കുറവായതുകൊണ്ട് ബാക്കിയുള്ളടത്ത് പോയിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടൊരു സുഖമില്ലായിരുന്നു നിൽക്കാൻ. ഇവിടെ നല്ല കൂളാണല്ലേ, കൂളാണ്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. തണുപ്പില്ല, കൂള്. ഗൈസ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങളും എടുക്കുക ഒരു ഫോട്ടോ. ഏതായാലും വന്നേരം നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവാം. 40 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക്. അവർ ഫോണിലും സേവ് ചെയ്ത് തരും, കോപ്പിയും തരുമെന്ന് തോന്നുന്നു. എക്കോ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിക്ക് എക്കോ വരുന്നുണ്ട്. അവിടെ ഒരു ഗ്യാങ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിക്ക് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിക്ക് എക്കോ വരുന്നുണ്ട്. അതേ വന്നത്. എല്ലാവരും നല്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ചുറ്റും ഫോട്ടോകൾ മാത്രം. ഞങ്ങൾ നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കല്യാണത്തിന് ഫോട്ടോ എടുത്ത പോലെയൊക്കെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. എന്താ ചേട്ടാ ഒരു ഹായ് കൊടുക്കോ? ഈ ചേട്ടനാണ് നമ്മുടെ രണ്ടാമതൊക്കെ 3 വർഷത്തിന് ശേഷം, കല്യാണത്തിന് ശേഷം 3 വർഷത്തിന് ശേഷം ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ എക്കോ പോയിന്റിൽ നിന്ന് ഇപ്പം തിരിച്ചു പോവുക. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. ഒന്നരക്കല്ലേ ചേട്ടാ? ഇനി 1:30 വരുമല്ലോ. ഞങ്ങൾ കുറച്ച് വ്യൂസ് എല്ലാം കണ്ടിട്ട് വ്യൂ പോയിന്റ്സ് ഒക്കെ പോയിട്ട് ഇപ്പം തിരിച്ച് റൂമിൽ തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൽ തന്നെ വന്നിരിക്കുക. ബാക്കി ഉച്ച കഴിഞ്ഞ് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം റൂമിൽ പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. ഇതുണ്ടോ, ഞങ്ങളുടെ റൂമല്ലാതെ മറ്റ് വേറെ റൂംസാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, അതേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു നല്ല അടിപൊളി വിൻഡോ ഉണ്ട്, പിന്നെ ബാൽക്കണി. ബാക്കിയെല്ലാം സെയിമാണ്, സെയിം അതുപോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഒരു ചെറിയ റൂം. ഇത് നല്ല സൂപ്പറാട്ടോ, കൊള്ളാട്ടോ. ഈ റൂം കൊള്ളാം, ഒരു വിൻഡോ മാത്രം. നമുക്ക് ഈ മുറി മതിയായിരുന്നു, നല്ല മുറി. ചെറുതാണെങ്കിൽ നല്ല ക്യൂട്ട് റൂമല്ലാതെ ഇപ്പം കാണുന്ന 2 ടൈപ്പ് റൂമുണ്ട് കേട്ടോ. അവർ ഇവിടെ ഉള്ളവർ വെക്കേറ്റ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കി ഇട്ടിരിക്കുക. ഇനിയിപ്പം നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. നമ്മളിവിടെ തന്നെ റിസോർട്ടിലാണ് പോയത്. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. ഒരു ബിരിയാണിയും ഒരു വെജ് മീൽസും പറഞ്ഞു. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. വന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു 1:30 ആകുമ്പോഴായിരിക്കും രണ്ടാമത് ഇറങ്ങുന്നത്. ഇനി ടീ മ്യൂസിയവും നാഷണൽ പാർക്കും മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ബാക്കിയെല്ലാം ഏകദേശം കവർ ചെയ്തു. ഇനിയുണ്ട് കുറേ ദിവസം, പക്ഷേ ഒരാഴ്ചയെങ്കിലും
നിൽക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം നല്ലോണം കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉച്ചകഴിഞ്ഞ് 2 പോയിന്റിലാണ് പോണത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം രണ്ടാമത് ഉച്ചക്കത്തെ വ്യൂ പോയിന്റ്സിലൊക്കെ പോകുന്നതായിരിക്കും. അത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.